Hello everyone. Hi. Good evening. ഞങ്ങളിപ്പോൾ ഓട്ടം സീസൺ എൻജോയ് ചെയ്യാൻ പുറത്തിറങ്ങിയതാണ്. ഓട്ടം സീസൺ കഴിയാറായി. പിന്നെ വിൻ്റർ ആവുകയാണ്, തണുപ്പുണ്ട്, നല്ല ഫ്രഷ് എയർ കിട്ടും, അത് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പം വി ആർ സ്റ്റാൻഡിങ് ഹിയർ ഇൻ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, കീവ്, ലണ്ടൻ. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും നിങ്ങളെ ഇപ്പം താമസിക്കാതെ വി വിൽ ഷോ യു റൗണ്ട്. ഓക്കെ. ബ്യൂട്ടിഫുൾ അല്ലേ അത്? ഒന്നെങ്കിൽ നമുക്ക് ആ സൈഡിലോട്ട് പോകണം അല്ലേ? അതെ. നടക്കും തോന്നില്ല, മഴയും തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, നമുക്ക് പറ്റുന്നത് കാണാം. അകത്ത് കയറി കഴിഞ്ഞാൽ മാസ്ക് വെക്കണ്ടെന്ന് തോന്നല്ലേ? ഇല്ല, എല്ലാരും 2 മീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതി, 2 ഫാമിലികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 ഇൻഡിവിജ്വൽസ്. പക്ഷെ അത് അവർ ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ they don't need it. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് ഹൗസ് എന്ന് പറയുന്ന ഏരിയയാണ്. പക്ഷെ അത് കോവിഡ് റീസൺസ് കാരണം, കോവിഡ് പ്രോട്ടോക്കോൾ കാരണം അത് ബ്ലോക്ക്ഡ് ആണ്. പക്ഷെ ഇതിൻ്റെ മുന്നോട്ട് അങ്ങോട്ട് പോകുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മെയിൻ പ്ലാൻ ലൈഫ്, അവർ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മെയിൻ പ്ലാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ടെമ്പറേറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ വേൾഡ് മാപ്പിൻ്റെ അകത്ത് കണ്ടേക്കുന്നതിൻ്റെ അകത്ത് ആ വൈറ്റ് കളറിൽ കാണിച്ചേക്കുന്ന എല്ലാ ഏരിയസിലുമുള്ള പ്ലാൻ ലൈഫിനെ ആസ്പദമാക്കിയുള്ള പല ഇനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് കാണാം നമുക്ക്. ഇപ്പം ഇന്ത്യ ഭൂഖണ്ഡത്തിലുള്ള ഒരു ഇതും ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. നമ്മുടെ ഹിമാലയൻ ഏരിയയിലുള്ള ചില ഏരിയയിലുള്ള ആ കോണിഫറസ് പൈൻ കാടുകളുടെ പ്രദേശങ്ങൾ കാണിക്കുന്നുണ്ട്. ചൈനയുടെ കുറച്ച് ഭാഗമുണ്ട്, മംഗോളിയയുടെ കുറച്ച് പ്രദേശങ്ങളുണ്ട്. പിന്നെ നല്ല തണുപ്പും മലകളുമായ മിഡിൽ ഈസ്റ്റിലെ ഭാഗങ്ങൾ, തുർക്കിയിലേതും നോർത്തേൺ ഇറാഖിലെ പ്രദേശങ്ങളുണ്ട്. അത് പറഞ്ഞല്ലോ, മൊറോക്കോയുടെ അറ്റ്ലസ് പർവ്വത നിരകളിലുള്ള വെജിറ്റേഷൻസ് ഉണ്ട്, സ്പെയിനിലേതുണ്ട്. നോർത്ത് അമേരിക്കയിൽ ഏതാണ്ട് ഒരു നടുഭാഗം മൊത്തം ഇവിടെ കാണിക്കുന്നുണ്ട്. സൗത്ത് അമേരിക്കയിൽ ഇത് ഏതാണ്ട് അർജൻറ്റീനയും ചില്ലിയുടെ പ്രദേശങ്ങളാണ്. അവിടുത്തെ എല്ലാ ഈ ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ്സ് ഏതാണ്ട് 1500ഓളം വർഗം സ്പീസീസ് പ്ലാന്റ്സ് ഇവിടെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളത് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ ഇതിൽ കയറാനുള്ള അവസരമില്ല, അനുവാദമില്ല. ഈ സൈഡിൽ കൂടെ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറിപ്പോവാം അല്ലേ? പക്ഷെ നമുക്ക് മെയിൻ ഏരിയ കാണാൻ പറ്റത്തില്ല, അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടും. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം ലോക്ക്ഡ് ആണ്. അവിടെ ഫ്രണ്ടിൽ ഫെൻസിങ്ങും വെച്ചിട്ടുണ്ട്, ബാരിക്കേഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അത് ബൈപ്പാസ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ആ ഏരിയ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വിൻ്റർ വരുന്നുണ്ട്, ക്രിസ്മസ് സീസൺ വരുന്നുണ്ട്.
അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് അവർ ലൈറ്റ്സൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടത്. പിന്നെ ഇവിടെ വർക്ക്സും നടക്കും. ഒരു പക്ഷേ ക്രിസ്മസ് സീസണിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി ഈ സ്ഥലം. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏരിയയിലായിട്ട് ടെമ്പറേറ്റ് സോൺ ഏരിയയിൽ കയറാൻ പറ്റി. അപ്പം വളരെ ടെമ്പറേറ്റ് സോണിലുള്ള കുറേ ചെടികൾ, ഇതെല്ലാം ബെറീസ് പോലുള്ള ചെറിയ ഇത് വരുന്ന ചെറിയ ബെറീസും ഫ്രൂട്ട്സ് വരുന്ന സാധനങ്ങളാണത്. ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. രസമുണ്ട് കാണാൻ. ഇവിടെ ഈ ഏരിയ മൊത്തം ഇല പൊഴിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓട്ടം സീസൺ ഏതാണ്ട് കഴിയാറായപ്പോഴാണ് ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയത്. കുറേ ബിസി ആയിരുന്നു. ബട്ട് സ്റ്റിൽ വി മെയ്ഡ് ഇറ്റ്. കുറച്ച് കാണാൻ പറ്റി. ഇതാണ്ട് അവിടെ കുറേ ഏരിയാസ് ഉണ്ട്, നല്ല രസമുണ്ട്. അതവിടെ ലീവ്സ് താഴെ കിടക്കുന്നത് നല്ല ബ്രൈറ്റ് റെഡാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രൈറ്റ് റെഡ്. ഇവർ ഈ ഗാർഡൻസിൻ്റെ ഏരിയയിലെല്ലാം ഇവർ നല്ല രീതിയിൽ ഇത് വെക്കും. ബെഞ്ചസ് ഉണ്ട്, നമുക്ക് റെസ്റ്റ് ചെയ്യാനും ആൾക്കാർക്ക് പിക്ചേഴ്സ് എടുക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. പ്ലസ് ഇവർ ഈ ഏരിയയിൽ ഇങ്ങനെ പില്ലേഴ്സ് വെക്കും. അതിൻ്റെ ഓരോന്നിനെക്കുറിച്ചുമുള്ള ഓരോ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ ചെറിയ ഞാൻ കാണിച്ച ബെറി പോലുള്ള സംഭവം ഉള്ളതിൻ്റെ പേര് റൊസാക്കിയ എന്നാണ്. ദ റോസ് ഫാമിലി എന്നാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഫ്രൂട്ട്സ് ഉണ്ട്, അതിന് കോട്ടൺ ഈസ്റ്റർ എന്നാണ്, ഫ്രൂട്ട്സ് ഓഫ് കോട്ടൺ ഈസ്റ്റർ എന്ന് പറയും. ഇത് ബേർഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയും ഈ പൂക്കൾ വളർന്ന് വേറെ ചെടികൾക്കും പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ബ്രൈറ്റ് ഫ്രൂട്ടായിട്ടിരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ഒരു മുന്നോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ വർഗത്തെ മുന്നോട്ട് സർവൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രകൃതിയുടെ ഓരോ കളികൾ. നല്ല മനോഹരമായിരിക്കുന്നു ഇവിടെ ഈ ഗ്രാസ് ഏരിയ. അവിടൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെ മുന്നത്തെ സമയത്ത് ആ ഏരിയ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പബ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ആൾക്കാർ നിറയെ ബഹളവും സംസാരവും പിള്ളേരെയും കൊണ്ടുവരികയും കുറേ നല്ല ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതെല്ലാം ഇപ്പം ഈ ലോക്ക്ഡൗൺ കാരണം അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയി. ഓൾമോസ്റ്റ് വേക്കൻ്റ് ആണ് ഈ പ്രദേശം. പിന്നെ ഈവൻ ലോക്ക്ഡൗൺ കാരണം നമ്മുടെ ഈ വരുന്നതും ഇവിടെ കയറുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ എവറി അവർ ഇത്ര ആൾക്കാരെ മാത്രമേ കയറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രിക്കോഷൻസ് ഉണ്ട്. എനിവേ കോവിഡ് നമ്മുടെ എല്ലാ ലൈഫിനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ലിമിറ്റേഷൻസ് ആണ്, കർബ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടും എഫക്റ്റ് ചെയ്തു. എടി അവിടെ കുറച്ച് ഗൂസിനെ കണ്ടോ? ഗീസിനെ കണ്ടോ? ഗൂസിൻ്റെ പ്ലൂറൽ ഗീസ്. ഇതൊരു ഹെർബേറിയമാനോ അതാ, പക്ഷേ ഈ ഹെർബേറിയം ഇതപ്പം കോവിഡ് കാരണം അടച്ചേക്കും. ഇതിപ്പം തലേ തൊപ്പിയൊക്കെ എങ്ങനെ വെച്ചോ? തണുപ്പ് കൂടിയില്ലേ ഇരുട്ടാറായപ്പോഴത്തേക്ക്? ഒന്നുമില്ല. ഹലോ ഗൈസ്, ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ കീവ് ലണ്ടനിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ഈ ഗാർഡൻ ടു ബിഗ് ആണ്. ഞങ്ങൾക്ക് എല്ലാം നിങ്ങളെ ഒറ്റയടിക്ക് തന്നെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ഏരിയ കവർ ചെയ്തോണ്ടോ ഇത് ഞങ്ങൾ 2 പാർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ദിസ് ഈസ് പാർട്ട് 1. വാച്ച് ഔട്ട് ഫോർ പാർട്ട് 2. ഓക്കെ, ബൈ ബൈ.
പോവാം